മമ്മി ആയി. ഹലോ ഹലോ, ഞാൻ ഇറങ്ങിയാണ്. 1 lakh അടിച്ചു. 1 lakh അടിച്ചു. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല, വാട്ടർ മെലോൺ വാങ്ങിച്ചിട്ട് വരുമ്പോ ഓറഞ്ചും. ശരി ശരി ശരി. ആ മറ്റേ ഇത് കിട്ടുവോ, എന്താ മോമോസ്? അല്ലെ പിന്നെ മതി, ഇന്ന് സമൂസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ ശരി, ആ ശരി എന്നാ. ശരി ശരി ശരി. അസ്സലാമലൈക്കും, ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇത്രയും ഹാപ്പി ആയതിൻ്റെ കാരണം നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളത് എനിക്കറിയാം കേട്ടോ. അതായത് നമ്മുടെ ചാനലിൽ 100K അടിച്ചേക്കുവാണ്. ഭയങ്കര സന്തോഷം. ഞാൻ ആവാനായപ്പം 2 ദിവസത്തിൻ്റെ ഉള്ളിലാവുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു 1 വീക്കൊക്കെ എടുക്കുമായിരിക്കും. കാരണം പതുക്കെ പതുക്കെ അല്ലേ നമ്മുടെ റീച്ച് വരുന്നത്. പതുക്കെ റീച്ച് വന്നതുകൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം ഹാപ്പി ഉണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്താണെന്നുള്ളത് കേട്ടോ. അപ്പം എന്താ പറയുക, തുടക്കം മുതൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയത് വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഭയങ്കരമായിട്ട് താങ്ക്സ് പറയണം കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനിയും നമ്മൾക്ക് ഒരുപാട് ഉയരങ്ങളിലോട്ട് പോകേണ്ടതാണ് ഇൻഷാ അല്ലാ. അപ്പോൾ എന്താണ്, എല്ലാവരും ഫസ്റ്റ് നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ച് ഇരിക്കുകയായിരിക്കില്ല. നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. എന്നാലും നോമ്പെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എനർജി പഠിച്ചോൻ തരുന്നുണ്ട്. എന്തായാലും നോമ്പെടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഇതൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, നല്ല കൂളായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ചൂടൊക്കെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ നോമ്പ് തുറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് നമ്മുടെ കുറച്ച് വർക്കുകളൊക്കെ പെട്ടെന്ന് തീർത്തെടുക്കുകയാണ്. എന്തായാലും ഈവനിങ് സ്നാക്കും കാര്യങ്ങളൊക്കെ ഞാനൊരു 3 മണി ടൈമിലൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചെല്ലാം ഉണ്ടാക്കണം. കാരണം ഉപ്പാക്ക് നോമ്പെടുക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും കേട്ടോ. ഉപ്പാക്ക് ഭയങ്കര ഡിമാൻഡൊന്നുമില്ല, നോമ്പ് കാലത്ത് ഒട്ടുമില്ല കേട്ടോ. നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് കഴിക്കും. അല്ലാണ്ട് അത് വേണം ഇത് വേണ്ട അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ട്രേയിൽ പല വെജിറ്റബിളിൻ്റെയും ബാക്കി വന്നത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെയൊക്കെ അങ്ങ് നന്നാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണം. പല വെജിറ്റബിളുമാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുത്തു ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉമ്മാക്ക് സഹറിന് ഉപ്പേരി വേണം. അപ്പോൾ ഉപ്പാക്കും എന്തെങ്കിലും വെജിറ്റബിൾ വേണം. നിർബന്ധമല്ല, എന്നാലും കിട്ടിയാൽ ഭയങ്കര ഹാപ്പി അങ്ങനെ. അപ്പം ഞാൻ ഉപ്പാക്ക് രസം ഉണ്ടാക്കണം. രസമായാൽ ഭയങ്കര എന്താ പറയുക, കംഫർട്ടാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ. പരിപ്പൊക്കെ ആണെങ്കിൽ ഗ്യാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. കൊടുത്താലും കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ രസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. രസത്തിൻ്റെ റെസിപ്പി എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഒരുപാട് പ്രോസസ്സൊന്നും എടുക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ല. നോമ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെ ആയിരിക്കില്ല. എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ എന്തോ കമ്മി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ രസമൊക്കെ ആവാനായി. ഇനിയിപ്പം കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് വേണം റെസ്റ്റ് എടുക്കാനെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കലും മോതിലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ പറയുക, കിച്ചണിലോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാണ്ട് നട്ടുച്ചയ്ക്ക് വന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ തന്നെ ഒരു 3:30 മണിക്കൊക്കെ വന്നാൽ തന്നെ നമ്മുടെ എന്താ പറയുക, ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരിക്കും. ഒന്നാമത് വീഡിയോസൊക്കെ എടുക്കണോണ്ടാണ്, അല്ലാണ്ടിരുന്നാലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഉപ്പാക്ക് ഞാൻ ഇതുപോലെ വിളമ്പി കണ്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കും. ഉപ്പാൻ്റെ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഉപ്പിരുന്ന് കഴിക്കും കേട്ടോ. അപ്പം ഒരുപാട് പാത്രങ്ങൾ പരക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നോമ്പ് സമയത്ത് നമ്മൾ മാക്സിമം പാത്രങ്ങളും പണികളൊക്കെ കുറയ്ക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പ്ലേറ്റിലോട്ട് തന്നെ ഉപ്പേരിയും ഫിഷും ഒക്കെ വറുത്തിട്ട്
അങ്ങനെ ആക്കി വെച്ചു. പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പം സമയം 3:30 കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ, ഒരു അനക്കമില്ല. ഞാൻ ക്യാമറയായിട്ട് അടുത്ത് ചെന്നിട്ട് പോലും ഒരനക്കമില്ല. അപ്പോൾ ഉള്ളിൽ ചിക്കൻ ഉണ്ട്, അതാണ് അതിൻ്റെ ഇരുത്തത്തിൻ്റെ രഹസ്യം. അങ്ങനെ അത് ചിക്കന് മേടിച്ചതിൽ ബോൺലെസ് പീസസ് ഒക്കെ മാറ്റിയെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് മാക്സിമം എടുക്കാൻ പറ്റുന്ന പീസസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പുഴുങ്ങി അങ്ങ് വെക്കാം. ആവശ്യത്തിന് മാത്രം നമുക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം, ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും തുടങ്ങിയ പോലെ പല ആൾക്കാരും, മോസ്റ്റ് ആൾക്കാർ സമൂസ ആയിരിക്കുമല്ലേ ഇന്നത്തെ എന്താ പറയുക ഇഫ്താർ സ്പെഷ്യൽ. അതേപോലെ തന്നെയാണ് കേട്ടോ ഞാനും സമൂസയിൽ തന്നെയാണ് നമ്മുടെ നോമ്പ് തുടങ്ങിയേക്കുന്നത് കേട്ടോ. അത് സമൂസ തന്നെ ഉണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. നോമ്പ് തുടങ്ങുമ്പോഴും നോമ്പ് അവസാനിക്കുമ്പോഴും സമൂസയോട് ടാറ്റ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്നാണ് എൻ്റെ പ്ലാന്. അതിൻ്റെ ഇടയിൽ നമുക്ക് മാക്സിമം റെസിപ്പീസൊക്കെ കൊണ്ടുവരണം. പിന്നെ ഒരു ഷേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാനിതിൽ ചെയ്യുന്നുണ്ട്. വീഡിയോസ് ഒന്നും സ്കിപ്പ് ആവാണ്ട് ഫുള്ളായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രം കണ്ടിട്ട് ഇങ്ങനെ തിളക്കം വെക്കാൻ എന്താണ് അവർ ഉപയോഗിച്ച് കഴുകിയത് എന്നാണ് ചോദിക്കുന്നത്. നമ്മളവിടെ ഒരു അയ്യോ എന്താണ് ബസ്സിൻ്റെ സൗണ്ട്. നമ്മളവിടെ ഒരു സോപ്പുണ്ട്, അരസൻ സോപ്പ് എന്നിട്ട് പറയുക. എനിക്കൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സോപ്പാണ്. ആ സോപ്പ് യൂസ് ചെയ്തിട്ട് അവരങ്ങനെ കഴുകിയിട്ടാണ് ആ പാത്രം അത്രയും തിളങ്ങിയത് കേട്ടോ. ഞാൻ തന്നെ അന്തം വിട്ടു, ഈ സോപ്പിന് ഇത്രയും വലിയ ഗുണങ്ങളൊക്കെ ഉണ്ടോയെന്ന്. പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ, ഇപ്പോഴും ഇഷ്ടമല്ല. അവർ തേച്ച് കഴുകിയെന്ന് വിചാരിച്ചിട്ട് ഞാനത് മേടിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. അത് വേറെ കാര്യം. പിന്നെന്താണ്, നമ്മളോട് കറി ഇത്രയ്ക്ക് കറി വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരില്ലേന്ന്. നോമ്പായി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാറാണ് പതിവ് എന്ന് വെച്ചാൽ, നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ 2 ദിവസത്തിന് ഉണ്ടാക്കും കേട്ടോ. കാരണം ഉമ്മാക്കും കുട്ടികൾക്കും മാത്രം മതി. ഞാനും മിക്കൊന്നും ചോറൊന്നും കഴിക്കാറില്ല. അപ്പോൾ നമ്മൾ എത്ര കുറച്ച് വെച്ചാലും എത്ര കൂടുതൽ വെച്ചാലും ഒക്കെ ബാക്കി തന്നെയാണ്. അപ്പോൾ ഞാൻ 2 ദിവസത്തിന് വെക്കും. പിന്നെ അന്ന് നമുക്ക് രാത്രിയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ കറി ഉണ്ടാക്കിയത് കേട്ടോ. അല്ലാണ്ട് 3-4 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള 2 ദിവസത്തിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉപ്പാക്ക് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് രസം അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കറികളൊക്കെ അല്ല ആക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും കറി ബാക്കി വരും. അപ്പോൾ 2 ദിവസത്തിന് വേണ്ടിയിട്ട് അങ്ങ് നമ്മളെടുക്കും, അല്ലാണ്ട് കളയൊന്നും ചെയ്യാറില്ല. പിന്നെ ഇച്ചിരിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കളയല്ലാണ്ട് നിവർത്തിയില്ല. നോമ്പ് സമയത്ത് മാക്സിമം ഫുഡ് വേസ്റ്റ് ആക്കാണ്ട് നോക്കുക, അല്ലാണ്ട് എന്താ പറയുക. അപ്പോൾ നമുക്ക് ഈ ഒരു സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കിയാലോ. എണ്ണ ചൂടാക്കിയിട്ട് ഞാൻ ഇതിലോട്ടൊരു 3 വലിയുള്ളി ചോപ്പ് ചെയ്തതും കറിവേപ്പില പച്ചമുളക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 2 പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കുഞ്ഞാക്കി മുറിച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ ക്യാരറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബേബി കോൺ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് പകരം. അപ്പം അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബേബി കോൺ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അങ്ങ് ഇട്ടാൽ മതി. പിന്നെന്താണ്, പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി. പൊടികളും മാക്സിമം കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാല, ഒരു 3/4 സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയുടെ പച്ചമുളക് മാറട്ടെ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പിച്ചി വെച്ചിട്ട് മാറ്റി വെച്ചിരുന്നു ഞാൻ, അതിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ ചേർത്തിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് അതിലൊന്ന് കിടന്ന് ഫ്രൈ ആവട്ടെ. കാരണം ചിക്കനിലോട്ടൊക്കെ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ പ്രോസസ്സ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഉരുളക്കിഴങ്ങിന് ഉടച്ച് ചേർത്തിയ സമൂസയോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇനിയിപ്പം ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സംഭവം ഇട്ട് കൊടുത്താൽ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മസാല മാറ്റി വയ്ക്കാം. അപ്പോൾ സമൂസ ഫോൾഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാർട്ടും കൂടെ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സമൂസ ഷീറ്റ് നമ്മൾ മേടിച്ചതാണ് കേട്ടോ. അതുപോലെ മൈദമാവ് അവിടെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഫോൾഡ് ചെയ്യാറ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടൊരു കുഴി പോലെ ആക്കിയിട്ടുണ്ട്. അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട, ആവശ്യത്തിന് മാത്രം നിറച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ അങ്ങ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂസ സെറ്റാവും. ഇതെനിക്ക് ഉമ്മ പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ. നല്ലപോലെ ടൈറ്റാക്കി എടുത്താൽ എണ്ണയൊന്നും കയറില്ല. ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു പേസ്റ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കുക, എന്നിട്ട് മടക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ ഇതുപോലെ ഞാനൊരു 10-15 സമൂസയൊക്കെ ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല എത്രയാണ് ഉണ്ടാക്കിയെന്നുള്ളത്.
അത് മാത്രമല്ലേ എണ്ണ പലഹാരം എന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു എല്ലാവർക്കും ഒരു 3 വീതം ഉണ്ടാക്കിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എല്ലാവർക്കും മീൻസ് ഞാനില്ല കേട്ടോ, ഞാൻ ഇതൊന്നും ഇനി കഴിക്കുന്നില്ല ഒരു മാസത്തിന്. സ്ട്രിക്റ്റ്ലി ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ്. പലപ്പോഴും ജിനിത്ത ഡയറ്റ് ഫോളോ ചെയ്യും, പിന്നെ സ്കിപ്പ് ചെയ്യും, പിന്നെ ഫോളോ ചെയ്യും, ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മാസം എന്തായാലും എനിക്ക് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, കാരണം ഞാൻ ഒരു ഡയറ്റ് പ്ലാനിൽ ചേർന്നിരിക്കുകയാണ് ഗൈസ്. എൻ്റെ റിസൾട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും കൂടെ അത് റെക്കമെൻഡ് ചെയ്യാം, അല്ലാണ്ടൊന്നും ഞാൻ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സമൂസയൊക്കെ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സമയമാവാനായി ബാങ്കൊക്കെ കൊടുക്കാൻ. പിന്നെ ഈ നോമ്പ് സമയത്ത് ചൂട് വേണം, അത് വേണം, ഇത് വേണം എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ തന്നെ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നേരത്തെ പണി ഒരുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുക്കി വെച്ചോട്ടോ. ആരും ഒന്നും ഒരു കുറ്റം പറയില്ല, ഇവിടെ ഒന്നും പറയില്ല കേട്ടോ. പിന്നെ സമൂസയൊക്കെ ഞാൻ പിന്നെ ആ ബാങ്ക് കൊടുക്കേണ്ട നേരത്തെ ഇടുകയുള്ളൂ കേട്ടോ എണ്ണച്ചട്ടിയിലോട്ട്. അപ്പം സമൂസയൊക്കെ ഫ്രൈ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ഷേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഈ ഒരു സമൂസ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ അറ്റാച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ മേടിച്ചതാണ് ലുലുന്ന്, അന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ മേടിച്ച മാങ്ങയാണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം തൊലിച്ചെത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കും. ഇപ്പോഴത്തേക്കും റിഹാൻ പാലൊക്കെ മേടിച്ചിട്ട് വന്നു. നോമ്പായി കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ആണ് കേട്ടോ നമ്മൾ സൊസൈറ്റിയിൽ പോയിട്ട് പാല് മേടിക്കാറ്. രാവിലെ പോകാറില്ല, പിള്ളേർ രാവിലെയൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും, അതുകൊണ്ട് രാവിലെ പോവാം. അങ്ങനെ നമ്മൾ ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ അവിടെ ചെത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആപ്പിളും തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഈത്തപ്പഴം ഒന്ന് കുതിർത്തി എടുക്കണം കേട്ടോ ഇതിനോട്ട് വേണ്ടത്. പിന്നെ ഞാനിത് കസ്റ്റാർഡിൽ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു മാതിരിയാക്കി പാലിതാ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഉണ്ടല്ലോ ഷേക്കിലോട്ട് ഞാൻ പാക്കറ്റ് പാലാണ് കേട്ടോ യൂസ് ആക്കുന്നത്. മാങ്ങ കട്ട് ചെയ്തത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് വേണം ഇതുപോലെ അടിച്ചെടുക്കാൻ. പഞ്ചസാര ചേർത്തുമ്പോൾ വീഡിയോ ഓൺ ആയിരുന്നില്ല കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ പാലും കൂടെ ആ മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചെടുത്തിട്ട് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാല് ഫുള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇച്ചിരി വാനില എസൻസ് കേട്ടോ. അപ്പോൾ ഞാനിത് അടിച്ചു വന്നപ്പോഴേക്കും മധുരം കുറച്ച് കമ്മിയായിരുന്നു എന്നാണ് കഴിച്ചവരൊക്കെ അഭിപ്രായം പറഞ്ഞത്. പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത ബദാമും അതേപോലെ പിസ്തയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ വനില എസൻസ് ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ വെയിറ്റ് ലോസിനൊക്കെ പ്ലാൻ ചെയ്യണവരൊന്നും ഈ ഒരു സംഭവം ഒന്നും ഉണ്ടാക്കി കുടിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇത്താണ്ട് ഇത് കണ്ടിട്ട് ഞങ്ങളിത് അടിച്ചു എന്നൊന്നും പറയണ്ട. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ജീരകക്കന്നിയായിട്ട് ആശാൻ വന്നത് കേട്ടോ. ഒരാൾ പാലിന് പോകുമ്പം ഒരാൾ കന്നിക്ക് പോകും കേട്ടോ. ഇങ്ങനെയാണ് അവരുടെ കണക്ക്. അപ്പോൾ നമ്മുടെ നോമ്പ് കന്നി ഇതാണ്, പള്ളിയിൽ നിന്ന് കിട്ടും. ഒരു ദിവസം ഞാൻ റെസിപ്പി കാണിക്കാം കേട്ടോ ഉണ്ടാക്കുമ്പോൾ. നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോമ്പ് 30-നും പള്ളിയിൽ നിന്ന് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാം. അപ്പം സർബത്ത് എന്ത് ഷേക്ക് ഉണ്ടെങ്കിലും എന്ത് സാധനം ഉണ്ടെങ്കിലും സർബത്തോ നാരങ്ങ വെള്ളമോ നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാ കുറച്ച് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, ഒരുപാടൊന്നും വേണ്ട. ഇക്ക, ഉമ്മ, വാപ്പ ഇവർ മാത്രമേ കുടിക്കുള്ളൂ. കുട്ടികൾ സർബത്ത് കുടിക്കില്ല, ഷേക്ക് കുടിക്കും കേട്ടോ. കാരണം പള്ളിയിൽ നിന്നാണ് പിള്ളേർ നോമ്പ് തുറക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് സർബത്തൊന്നും പിന്നെ കുടിക്കില്ല, പച്ചവെള്ളമേ കുടിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ തണുത്ത വെള്ളം. അങ്ങനെ ഞാൻ ഇതാ നോമ്പ് തുറക്കാൻ സമയമായപ്പം എല്ലാതും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐസ് കട്ടതാ ഇതുപോലെ ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ തന്നെ വെച്ചു, അലിഞ്ഞെങ്ങാനും വീണാലോ എന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പാത്രങ്ങളിലാണ് കേട്ടോ ഐസ് വയ്ക്കുക. കാരണം ഫ്രീസറിലൊന്നും മറ്റേതിൽ ഐസ് വയ്ക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. ഫ്രീസറും ഫ്രിഡ്ജും ഒക്കെ കംപ്ലീറ്റ് ഫുള്ളായിരിക്കും, ഫ്രൂട്ട്സും എല്ലാം കൊണ്ടുപോയിട്ടേ. അങ്ങനെ ഫസ്റ്റ് നോമ്പ് വീട്ടിൽ നിന്ന് തന്നെ തുറക്കാൻ പറ്റിയിട്ടോ ഇക്ക നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് പോവും. അപ്പം വീട്ടിൽ നിന്നൊന്നും നോമ്പ് തുറക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ വന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ ഒരുപാട് എണ്ണ പലഹാരമൊന്നും ഉണ്ടാക്കില്ല, ഒരൈറ്റം മാത്രം. ബാക്കിയൊക്കെ ഫ്രൂട്ട്സ് ഇനിയും കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് തണ്ണിമത്തൻ മാത്രം കട്ട് ചെയ്ത് വെച്ചു. എൻ്റെ വോയിസ് ഡള്ളായിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മാസം ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ, ഡള്ളാവും. കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഭയങ്കര ഉഷാറായിരുന്നില്ല, ഇടയ്ക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ ഷെയ്ക്കും എല്ലാം ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. പച്ചവെള്ളവും ഡേറ്റ്സും അതുപോലെ തണ്ണിമത്തനൊക്കെയാണ് കേട്ടോ എൻ്റെ ഫുഡ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ കാണിച്ചൊരു സാലഡ് ഉണ്ടായിരുന്നു, ഇന്നലത്തെ വ്ളോഗിലുണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് കുറച്ച് ചിക്കനൊക്കെ പിച്ചിട്ട് അതും കൂടെ കഴിക്കാം കേട്ടോ എനിക്ക് ഇച്ചിരി കഴിഞ്ഞാൽ. പിന്നെ ചപ്പാത്തിയൊക്കെ കഴിക്കുക. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാനുള്ള മടിയും വയറും നിറഞ്ഞപ്പം ഒട്ടും ഉണ്ടാക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഫുഡൊന്നും കഴിച്ചില്ല. പൊതുവേ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ടൈമിൽ ഫുഡ് കഴിച്ചാൽ പിന്നെ ആർക്കും ഫുഡ് വേണ്ട. പിള്ളേർ പള്ളിയിൽ നിന്ന് കഴിച്ചിട്ട് വരും. പിള്ളേർ പള്ളിയിൽ നിന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് കേട്ടോ ഇവിടുന്ന് കഴിക്കുള്ളൂ. പിന്നെ ഇക്കാക്കും ഉമ്മാക്കും ഒന്നും ഫുഡ് വേണ്ട. അപ്പോൾ പിന്നെ ഞാനത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സ്നാക്ക് ഇല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പം ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുമായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ നോമ്പും ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ഇതുപോലത്തെ സ്നാക്ക്, ഷേക്ക്, ജ്യൂസ്, പിന്നെ വല്ല സ്വീറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കഴിക്കും, ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്താല്ലേ. അപ്പോൾ പിള്ളേർ വന്നപ്പം എന്തൊക്കെ പള്ളിയിൽ നിന്ന് കഴിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടാക്കിയ സ്നാക്ക് അവർക്ക് വേണം കേട്ടോ. അങ്ങനെ അവർ വന്ന് സമൂസയൊക്കെ കഴിച്ചു, പിന്നെ ഷേക്കും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അപ്പോൾ എല്ലാവരും നോമ്പിനൊക്കെ നല്ല കെയർഫുള്ളായിട്ട് ഫുഡ് കഴിക്കുക, അതുപോലെ വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കാം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. നല്ല രീതിയിൽ നോമ്പെടുക്കാനുള്ള എന്താ പറയുക, എല്ലാവിധ ഹെൽത്തും പഠിച്ചോൻ തരട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.